ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽത്ത് സർക്യൂട്ട്. നമ്മൾ നോക്കാൻ പോകുന്ന ഹാംസ്റ്റർ കോമ്പാറ്റിൽ വന്നിരിക്കുന്ന പുതിയ അപ്ഡേറ്റ്സ് ആണ്. എന്താണ് നിങ്ങൾക്ക് എയർ ഡ്രോപ്പ് കിട്ടണമെങ്കിൽ ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. ഇത് വരുന്നതിന് മുൻപ് തന്നെ ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോയിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ സെയിം കാര്യങ്ങൾ തന്നെയാണ് ഇവരിപ്പോൾ പറയുന്നത്. നമ്മൾ പറഞ്ഞതിന് ഒരക്ഷരം പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയിട്ടില്ല. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ ബോട്ട് ഓപ്പൺ ചെയ്യുക. എയർ ഡ്രോപ്പ് എന്ന് പറയുന്ന സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എയർ ഡ്രോപ്പ് അലോക്കേഷൻ പോയിന്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് നമുക്ക് എത്ര പോയിന്റുകൾ കിട്ടി അല്ലെങ്കിൽ എത്ര ഹാംസ്റ്റർ ടോക്കൺ കിട്ടി എന്നുള്ള കാര്യം ഇവിടെ വരും. അപ്പോൾ TBA എന്ന് കൊടുത്തിരിക്കുന്നത് ടു ബി അനൗൺസ്ഡ് എന്നാണ്. എന്ന് വെച്ചാൽ ഫ്യൂച്ചറിൽ അവർ അനൗൺസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇപ്പോൾ അറിയില്ല, എന്തായാലും അവിടെ ഫ്യൂച്ചറിൽ ഈ ഒരു സ്ഥലത്തായിരിക്കും നമുക്ക് എത്ര പോയിന്റ്സ് ഉണ്ട്, ഹാംസ്റ്റർ ടോക്കൺ ഉണ്ട് എന്ന കാര്യം വരിക. ഓക്കെ, അപ്പോൾ ഈ ഒരു ഹാംസ്റ്റർ ടോക്കൺ കിട്ടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പാസീവ് ഇൻകം. പാസീവ് ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ പ്രോഫിറ്റ് പെർ അവർ ആണ്. ഓക്കെ, പാസീവ് ഇൻകം പ്രോഫിറ്റ് പെർ അവർ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ പ്രോഫിറ്റ് പെർ അവർ അനുസരിച്ചാണ് നമുക്ക് ഒരു കണ്ടീഷൻ. നെക്സ്റ്റ് ക്രൈറ്റീരിയ നോക്കുകയാണെങ്കിൽ ഏൺ ടാസ്ക്സ് ആണ്. എന്ന് വെച്ചാൽ ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുക, ഏൺ ചെയ്യാനുള്ള ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുക. അതെന്തൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഡെയിലി റിവാർഡ്, ഡെയിലി സൈഫർ, ഡെയിലി കോംബോ, ഇതാണ് മെയിനായിട്ട് ടാസ്കുകൾ എന്ന് പറഞ്ഞാൽ. അതിനോടൊപ്പം ഏൺ സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കുറേ വീഡിയോസ് കാണാനുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ടാസ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ടാസ്കുകളുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ടാസ്കുകളായിട്ട് രണ്ടാമത്തെ ഒരു സെഗ്മെൻറ്റിൽ ഉൾപ്പെടുന്നത്. മൂന്നാമത്തെ നോക്കുകയാണെങ്കിൽ ഫ്രണ്ട്സ് ആണ്. നമ്മൾ എത്ര ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്തു എന്നുള്ളതും വളരെ വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് റെഫറൻസ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വരുന്നത് അച്ചീവ്മെൻറ്റ്സ് ആണ്. ഓക്കെ, ഇതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞത് അച്ചീവ്മെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഒരു ബൈസ്കിനിലേക്ക് പോയി കഴിഞ്ഞാൽ അച്ചീവ്മെൻറ്റ്സ് കാണാം. അപ്പോൾ ഇതിൽ എത്ര അച്ചീവ്മെൻറ്റ്സ് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതും നമ്മളുടെ എയർ ഡ്രോപ്പ് കിട്ടാനുള്ള ഒരു ക്രൈറ്റീരിയ തന്നെയാണ്. ഇത് കംപ്ലീറ്റ് ചെയ്തില്ല എന്ന് വെച്ചാൽ എയർ ഡ്രോപ്പ് കിട്ടാതിരിക്കുന്നില്ല. നിങ്ങൾക്ക് കിട്ടുന്ന അലോക്കേഷൻ്റെ എമൗണ്ടിൽ വ്യത്യാസം ഉണ്ടാകുമെന്ന് മാത്രം. പലരും എന്നോട് കമൻസിലും അതുപോലെ തന്നെ മെസ്സേജസൊക്കെ ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ബ്രോ നമ്മൾ തുടങ്ങിയത് മാർച്ച് പകുതിയിലാണ്, അപ്പോൾ ഈ ഒരു അടുത്ത മാസം പകുതി ആകുമ്പോഴേക്കും നമുക്ക് 200 ഡേയ്സ് കംപ്ലീറ്റ് ആവില്ലേ എന്നുള്ള കാര്യം. അപ്പോൾ അടുത്ത മാസം ആയിരിക്കില്ലേ ലിസ്റ്റിംഗ് എന്ന് പലരോട് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അവരോടും നിങ്ങളോടൊക്കെ പറയാനുള്ളത്, ഈ 200 ദിവസം അവർ വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഹോപ്പ് തരാൻ മാത്രമാണ്. അല്ലാതെ 200 ദിവസം ആകുമ്പോൾ ഒരിക്കലും ലിസ്റ്റ് ആകാൻ പോകുന്നില്ല. ഒരിക്കലും ഇത് ട്രസ്റ്റ് ചെയ്യരുത്. ഇവർക്ക് ഇനി 200 കഴിഞ്ഞ് ഒരു 500 കൊണ്ടുവരാൻ പാടില്ല. ഒരു ഓപ്ഷൻ അവിടെ ആഡ് ചെയ്താൽ മതി 500 ദിവസം എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹോപ്പ് തരാന്നൊരു കാര്യം മാത്രമാണ്. ജൂലൈയിൽ ഹോപ്പ് നിങ്ങളെ പറ്റിച്ച കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. ഇനിയും അത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി നിങ്ങൾ 200 ദിവസത്തിൽ ലിസ്റ്റ് ആവുകയാണെന്ന് തന്നെ വിചാരിക്കുക. അപ്പോൾ നമുക്ക് തീർക്കാൻ പറ്റാത്തൊരു അച്ചീവ്മെൻറ്റ് വീണ്ടും കിടക്കുന്നുണ്ട്. എന്താണത്? സ്കിൻസ് ആണ്. ഓക്കെ, ഓരോ സ്കിന്നിനും എത്ര മില്യൺസ് ഓഫ് കോയിൻസ് വേണം നിങ്ങൾ നോക്കുക. അങ്ങനെ 25 എണ്ണെങ്കിലും വാങ്ങിയാലേ 4 എണ്ണം കംപ്ലീറ്റ് ആവുള്ളൂ. 25 എണ്ണം വാങ്ങണേ എന്തോരം കോയിൻസ് വേണം? അപ്പോൾ അത് കളക്ട് ചെയ്യാൻ എത്ര സമയം വേണം നോക്കുക. അപ്പോൾ 200 ദിവസം കൊണ്ടൊന്നും ഒന്നും നടക്കാൻ പോകുന്നില്ല ഇനി. അപ്പോൾ 200 ദിവസം നല്ല 500 ദിവസം കഴിഞ്ഞാലും ഇനി ഇത് ലിസ്റ്റ് ആവുമെന്ന കാര്യം എനിക്ക് പ്രതീക്ഷയില്ല. അതുപോലെ തന്നെ 10 കാർഡുകളെങ്കിലും 25 ലെവലാക്കണമെങ്കിലും നല്ല രീതിക്ക് കോയിൻസ് വേണം. അപ്പോൾ വലിയ യൂട്യൂബേഴ്സിനും കണ്ടന്റ് ക്രിയേറ്റേഴ്സിനും മാത്രമേ, റെഫറൻസ് ഉള്ളവർക്ക് മാത്രമേ ഇതൊക്കെ നടക്കുള്ളൂ. നോർമൽ ആയിട്ടുള്ള യൂസറിന് ഇമ്പോസിബിൾ ആണ് ഈ കാര്യമൊക്കെ. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ടെലഗ്രാം സബ്സ്ക്രിപ്ഷൻ ആണെന്ന് വെച്ചാൽ ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ ടെലഗ്രാം ചാനലിൽ നമ്മൾ എത്ര കാലമായിട്ട് ജോയിൻ ചെയ്തു എന്നുള്ളതാണ്. നമ്മൾ എത്ര മുൻപ് ജോയിൻ ചെയ്തു അതിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന പോയിന്റ്സിൻ്റെ എണ്ണവും കൂടും. പിന്നെ ഉള്ളത് കീസാണ്. ഇതാണ് ഏറ്റവും വലിയ തട്ടിപ്പ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു പ്ലേ ഗ്രൗണ്ട്സിൽ പുതിയ ഗെയിംസ് ആഡ് ആവും എന്നുള്ളത്. അതുപോലെ തന്നെ ഒരക്ഷരം പോലും തെറ്റാതെ പുതിയ ഗെയിംസ് ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ വേണമെങ്കിൽ പോയി നോക്കാം. ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് ഒരു ഗെയിം മാത്രമേ, ബൈക്കിൻ്റെ ഗെയിം മാത്രം ഉണ്ടായിരുന്നത്. ഇപ്പോൾ എക്സ്ട്രാ 3 എണ്ണം കൂടി ആഡ് ചെയ്തു. വീണ്ടും മോർ ഗെയിംസ് കമ്മിങ് സൂൺ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പലരും പറയുന്നുണ്ട്, ബ്രോ ഞങ്ങൾക്ക് ഇപ്പോൾ കീ ജനറേറ്റ് ചെയ്യാൻ വെബ്സൈറ്റ് ഉണ്ട്, ടെലഗ്രാം ബോട്ടുകളുണ്ട്, ഗെയിം കളിക്കേണ്ട ആവശ്യമില്ല, ആഡ് കാണേണ്ട ആവശ്യമില്ല, ഈസി ആയിട്ട് തന്നെ ടെലഗ്രാം ബോട്ടിൽ നിന്ന് കോഡ് ജനറേറ്റ് ചെയ്യാം, അങ്ങനെ കീസ് എടുക്കാമെന്നൊക്കെ പലരും പറയുന്നുണ്ട്. അപ്പോൾ ഈ ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ ഡെവലപ്പേഴ്സ് പഠിച്ച കള്ളന്മാരാണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അങ്ങനെ കോഡ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ബ്ലോക്ക് ചെയ്യാനുള്ള വഴി ഉറപ്പായിട്ട് ഇവർ അടുത്ത് തന്നെ കൊണ്ടുവരും. അല്ലാതെ ഇവർ ഇവിടെ കൊണ്ടുവരുന്ന ഗെയിംസ് ഒക്കെ ഇവർക്ക് ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു ബോട്ട് ഉണ്ട് എന്ന കാര്യം ഓൾറെഡി അവർക്ക് അറിയാം. അപ്പോൾ ഈ ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ ടീം എന്ത് ചെയ്യും? ആ ജനറേറ്റ് ചെയ്യുന്ന കോഡ് വർക്ക് ആവാതിരിക്കാനുള്ള പണിയെടുത്ത് ചെയ്യും. അപ്പോൾ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആവും. നിങ്ങൾക്ക് കിട്ടുന്ന ടാസ്കുകൾ കുറച്ചും കൂടി കഷ്ടപ്പെട്ട ആഡ്സ് കാണേണ്ടി വരും. കുറേ നേരം നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിനെയും കുറേ ആൾക്കാർ പോസിറ്റീവായിട്ട് കാണും, ബ്രോ എന്തിനാ നെഗറ്റീവ് പറയുന്നതൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട്. ഈ ക്യാഷ് ഉണ്ടാക്കുന്നതല്ല നമുക്ക് എയർ ഡ്രോപ്പ് തരാനല്ലേ എന്ന് അവർ ചോദിക്കുന്നുണ്ട്. ഒരു ദിവസം ഒരു എയർ ഡ്രോപ്പ് തരാതെ പോയാൽ നമ്മൾ എന്ത് ചെയ്യും? അതുപോലെ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഞാൻ 300 മില്യൺ യൂസേഴ്സ് എന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നതാണ്, ബ്രോ എവിടെ 300 മില്യൺ യൂസേഴ്സ് അങ്ങനെ എങ്ങനെ എന്നൊക്കെ കുറേ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു. ഇവർ തന്നെ ഇവരുടെ ഒഫീഷ്യൽ ട്വിറ്ററിൽ ഇട്ടതാണ് 300 മില്യൺ പ്ലസ് യൂസേഴ്സ് എന്നുള്ള കാര്യം. ആ പോസ്റ്റൊക്കെ മുഖ്യമോ ഇല്ലേ നിങ്ങൾക്ക് ഇപ്പോൾ പോയി നോക്കിയാൽ കാണാം. ഇവരുടെ ടെലഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവർ തന്നെയാണ് ഇവരുടെ യൂസറിൻ്റെ കണക്ക് പറഞ്ഞത്. അത് നോക്കിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ എനിക്ക് ഇവരുടെ കണക്കോ കാര്യങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല. വൈറ്റ് പേപ്പറിൻ്റെ കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അവരുടെ വൈറ്റ് പേപ്പറിൻ്റെ വേർഷൻ 2 ആണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതിൻ്റെ താഴെ തന്നെ എപ്പോൾ വേണമെങ്കിലും ഞങ്ങളിത് ചേഞ്ച് ചെയ്യും എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് പറയാം, ഞങ്ങളുടെ ടോട്ടൽ സപ്ലൈയുടെ 1% ഞാൻ നിങ്ങൾക്ക് തരുന്നുള്ളൂ, അല്ലെങ്കിൽ 10% നിങ്ങൾക്ക് തരുന്നുള്ളൂ എന്ന കാര്യം അവർക്ക് മാറ്റാം. ഓക്കെ, അല്ലാതെ വ്യക്തമായിട്ടുള്ള ടോക്കണോമിക്സ് ഒന്നും പുറത്തുവിട്ടിട്ടില്ല. അപ്പോൾ ഈ ക്യാഷ് ഉണ്ടാക്കുന്നത് മൊത്തം നിങ്ങൾക്ക് തരാനാണ് എന്നുള്ള ചിന്ത ആദ്യം നിങ്ങളുടെ മനസ്സിൽ നിന്ന് കളയുക. നിങ്ങളോട് ആരോട് ഞാൻ ഈ ഹാംസ്റ്റർ കോമ്പാറ്റ് നിർത്താൻ പറയുന്നില്ല. നിങ്ങൾക്ക് വെറുതെ ടൈം വേസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യുക. ആരും നിങ്ങളെ തടയുന്നില്ല. എൻ്റെ വ്യൂവേഴ്സിന് ജെനുവിനായിട്ട് കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ഏണിങ്സ് കിട്ടണം എന്ന ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ. ഞാൻ ഏതൊക്കെ പ്രൊജക്റ്റുകളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫാം ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് ആ വീഡിയോ കണ്ട് ആ പ്രൊജക്റ്റുകൾക്ക് നിങ്ങളുടെ ടൈം ഇൻവെസ്റ്റ് ചെയ്യുക. ഇത്രയും ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ലക്ഷങ്ങൾ കിട്ടും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ഒരേ ഒരു സിമ്പിൾ ചോദ്യം മാത്രമാണ്. ആ ചോദ്യത്തിന് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. ഹാംസ്റ്റർ കോമ്പാറ്റിൽ ഇനിയും
നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യുക. എൻ്റെ ചോദ്യം ഇതാണ്, 300 മില്യൺ പ്ലെയേഴ്സ് ഉള്ള അല്ലെങ്കിൽ യൂസേഴ്സ് ഉള്ള ഒരു പ്രൊജക്റ്റിലേക്ക് എന്തുകൊണ്ടാണ് വേറെ കമ്പനീസ് ഇൻവെസ്റ്റ് ചെയ്യാത്തത്? ഇവർക്ക് ഫണ്ടിങ് എന്ന് പറയാനുള്ളത് ഇവരുടെ യൂട്യൂബ് റവന്യൂ, ഇതുപോലെ തേർഡ് പാർട്ടി ആപ്പുകൾ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള റവന്യൂ, ആഡ് റവന്യൂ ഒക്കെയാണ്. എന്തുകൊണ്ടാണ് ഒരു കമ്പനീസും ഇൻവെസ്റ്റ് ചെയ്യാത്തത്? നമ്മൾ ഇന്നലെ വീഡിയോ ചെയ്ത കാർവിലേക്കൊക്കെ $50 മില്യൺ ആണ് ഫണ്ടിങ് ചെയ്തിരിക്കുന്നത്. ആരൊക്കെയാണ് ചെയ്തിരിക്കുന്നത്? OKX, അനിമോക്ക ബ്രാൻഡ്സ്, അതുപോലെ തന്നെ അലിബാബ, ഇതുപോലുള്ള വലിയ വലിയ കമ്പനീസാണ്. അതുപോലെ തന്നെ 1 മില്യൺ യൂസേഴ്സിന്റെ താഴെ മാത്രം യൂസേഴ്സ് ഉള്ള ഒരുപാട് പ്രൊജക്റ്റുകളിലേക്ക് നല്ല നല്ല കമ്പനീസ്, ബൈനാൻസ് ലാബ്സ് അടക്കം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ബൈനാൻസ് ലാബ്സ് ഇൻവെസ്റ്റ് ചെയ്ത എത്രയോ എയർഡ്രോപ്പ് ഫാമിംഗ് പ്രൊജക്റ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു പ്രൊജക്റ്റിലേക്ക് കമ്പനീസ് ഇൻവെസ്റ്റ് ചെയ്യാത്തത്? കമ്പനീസ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്തിനാണ്? അവർക്ക് ഫ്യൂച്ചറിൽ ഇൻവെസ്റ്റ് ചെയ്ത മണി ഡബിളോ ട്രിപ്പിളോ ഒക്കെ ആയിട്ട് റിട്ടേൺ കിട്ടാനാണ്. അപ്പോൾ ഹാംസ്റ്റർ കോമ്പാറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ $1 പോലും കിട്ടില്ല എന്ന കാര്യം കമ്പനീസിന് വ്യക്തമായിട്ട് അറിയാം. കോമൺ സെൻസ് വെച്ച് ചിന്തിച്ച് നോക്കിയാൽ ഏതൊരാൾക്കും അത് മനസ്സിലാവും. ഹാംസ്റ്റർ കോമ്പാറ്റിലേക്ക് ക്യാഷ് ഇട്ട് കഴിഞ്ഞാൽ തിരിച്ചൊന്നും കിട്ടാൻ പോകുന്നില്ല എന്ന കാര്യം. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ഒരേ ഒരു കാര്യം, നിങ്ങൾ സമയമല്ലേ ഇടുന്നുള്ളൂ, ക്യാഷ് ഇടുന്നില്ല എന്നൊരു കാര്യമാണ്. സമയം ക്യാഷിനേക്കാളും വലുതാണ് എന്ന് എനിക്ക് ആരോടും പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമില്ല. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സമയം ഇഷ്ടംപോലെ വേസ്റ്റ് ചെയ്തോളൂ, ഒരു പ്രശ്നവുമില്ല. ഇനി ഭാവിയിൽ ഇവർക്ക് ഫണ്ടിങ്ങിനൊക്കെ ആൾക്കാരെ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിൻ്റെ അപ്ഡേറ്റും ചെയ്യും. അപ്പോൾ നമ്മളത് നല്ലതാണോ മോശമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ പറയുകയും ചെയ്യും. നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും, മോശമാണെങ്കിൽ മോശം എന്ന് പറയും. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് നമ്മൾ ഈ ഒരു വീഡിയോനെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഹാംസ്റ്റർ കോമ്പാറ്റ് ഫാം ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിലേക്കും മസ്റ്റായിട്ടൊന്ന് ഷെയർ ചെയ്ത് അവർക്കും കൂടി ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുക. അതുപോലെ തന്നെ ഇനിയും ഇതുപോലുള്ള ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സും ഇൻഫോർമേറ്റീവ് വീഡിയോസും കൃത്യസമയത്ത് കിട്ടാനായിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താലായിരിക്കും നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻസ് കിട്ടുക. അതുപോലെ തന്നെ മസ്റ്റായിട്ട് ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്ത് നോക്കുക. എല്ലാ അപ്ഡേറ്റ്സും നമ്മൾ ആദ്യം അവിടെയാണ് പോസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. സീ യു സൂൺ. ബൈ.